Yes, welcome. Shadow Broadcasting in the Free Path IAS program. Okay, so myself Sachin. So, we will continuation of worksheet. So, last class we discussed 5 questions. So, we will do 6th question. Okay, so question Rahul thinks of 7 different positive integers. None of these integers is a multiple of each other. Okay, that's important. None of these integers is a multiple of each other. That means, if I have an integer 2, next, I have integer 4. Because 4 2 in the multiple. If I have 3 integer, I have integer 6. Because 6 3 multiple. So, edukkunna integers thammil endu paadilla onnu multiple aagan paadilla. 7 integerum എന്തായിരിക്കണം കോപ്രൈം ആയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോപ്രൈം എന്താണ്? അവരുടെ ഹയസ്റ്റ് ഫാക്ടർ 1 ആണ്. അവരെന്താകാൻ പാടില്ല? മൾട്ടിപ്പിൾ ആകാൻ പാടില്ല. സോ നമുക്ക് 7 ഇൻറ്റിജറിന്റെ സമ്മ് വേണം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് 7 ഇൻറ്റിജർ ആഡ് ചെയ്യുമ്പോൾ മിനിമം നമുക്ക് കിട്ടുന്നത് 58 ആണെന്ന്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ആ 7 ഇൻറ്റിജറിലെ ഏറ്റവും വലിയ നമ്പർ 17 ആയിരിക്കും. സമ്മ് 58 ആണെങ്കിൽ അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ഇൻറ്റിജർ 17 ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം 7 ഇൻറ്റിജർ ആഡ് ചെയ്യുമ്പം ലീസ്റ്റ് സമ്മ് 58 ആണോ കിട്ടുന്നത് അതോ ഇനി അതിൽ കുറവ് കിട്ടാമോ എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ 4 എടുക്കുന്നു. 4 പ്ലസ് 5 പ്ലസ് 6. ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ ആണോ 6? അല്ല. ആണോ? അല്ല. 4ന്റെ മൾട്ടിപ്പിൾ ആണോ 5? അല്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 7 എടുക്കുന്നു അല്ലേ? ഇനി ഞാൻ എന്ത് എടുക്കുന്നു? 9 എടുക്കുന്നു. അതുപോലെ ഞാൻ 11 എടുക്കുന്നു. ഞാൻ 13 എടുക്കുന്നു. ഇവരാരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾസ് ആണോ? ഫാക്ടേഴ്സ് ഉണ്ട്. കോമൺ ഫാക്ടർ വരാം, അത് കുഴപ്പമില്ല. കോമൺ ഫാക്ടർ വരുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ 6ഉം 9ഉം എടുത്താൽ 3 കോമൺ ഫാക്ടർ ആണ്. പക്ഷെ അവർ മൾട്ടിപ്പിൾ ആണോ? 6ന്റെ മൾട്ടിപ്പിൾ ആണോ 9? അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആണോ 6? അല്ല. അവിടെ നമുക്ക് കുഴപ്പമില്ല. മൾട്ടിപ്പിൾ ആകാൻ പാടില്ല. 7 ഇൻറ്റിജർ ഞാൻ എടുത്തു. രാഹുൽ 7 ഇൻറ്റിജർ കൺസിഡർ ചെയ്തു. 7 ഇൻറ്റിജർ സം എടുക്കുക അല്ലേ? 4 പ്ലസ് 6 10, 9 പ്ലസ് 11 20, 13 പ്ലസ് 7 20 അല്ലേ? 20 പ്ലസ് 20 40, 40 പ്ലസ് 10 എത്ര കിട്ടി? 50. നമുക്ക് എന്ത് കിട്ടും? 56 എന്ന് കിട്ടും ടോട്ടൽ സം അല്ലേ? ടോട്ടൽ സം എന്ത് കിട്ടും? 56 എന്ന് കിട്ടും. നൗ 56 കിട്ടി അല്ലേ? 56 ദാറ്റ് ഈസ് which is less than 58. ഇവർ പറഞ്ഞത് എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ് 1ലും? ഏറ്റവും ലീസ്റ്റ് 58 ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ചെയ്ത് വന്നപ്പോൾ എന്താ കിട്ടിയത്? 55. നമുക്ക് ചെയ്ത് വന്നപ്പോൾ എന്ത് കിട്ടി? 55 കിട്ടി. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്തായാലും തെറ്റി. ഇനി സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് പോവാലോ. അവർ പറയുന്നത് 7 നമ്പറിൽ സമ്മ് 58 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേ ഫസ്റ്റ് പോയി. ഇനി അവർ പറയുന്ന ഏറ്റവും ചെറിയ നമ്പർ 7 എണ്ണത്തിലും ഏറ്റവും ചെറിയ നമ്പർ വരുന്നത് 17 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കിയേ, നമുക്ക് ഏറ്റവും വലിയ നമ്പർ 17 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കിയേ, ഏറ്റവും വലിയ നമ്പർ 17 ആണോ? അല്ല. ഇവിടെ ഏറ്റവും വലിയ നമ്പർ 13 ആണ് കിട്ടിയേക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1ഉം തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം തെറ്റാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1ൽ അവർ പറഞ്ഞത് എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് 1ൽ പറഞ്ഞത് മിനിമം കിട്ടുന്നത് 58 ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് മിനിമം 55 കിട്ടി അല്ലേ? മിനിമം 55 കിട്ടി. അപ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോയി. ഇനി അവർ പറയുന്നത് ഈ മിനിമത്തിൽ ഏറ്റവും വലിയ നമ്പർ 17 ആയിരിക്കും. അതായത് 55 സമ്മ് കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ നമ്പർ 17 കിട്ടണം. പക്ഷെ ഇവിടെ നമുക്ക് 17 ആണോ? അല്ല, നമുക്ക് 13 ആണ്. ദാറ്റ് മീൻസ് ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി, നെയ്തർ 1 nor 2. 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. How many prime numbers are there whose digits when added gives a sum of 12? എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് അവരുടെ ഡിജിറ്റിന്റെ സം എടുത്താൽ 12 കിട്ടുന്നത്? ആൻസർ 0. ആൻസർ 0 ആണ്. കാരണം ഡിജിറ്റിന്റെ സമ്മ് 12 കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം അത് പ്രൈം അല്ല. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. കാരണം ഡിജിറ്റിന്റെ സമ്മ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് കരുതുക. മൾട്ടിപ്പിൾ ഓഫ് 3. ഡിജിറ്റിന്റെ സമ്മ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ അല്ലേ? കോമ്പോസിറ്റ് നമ്പർ. composite number
and it is divisible by 3. It is divisible by 3. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇവിടെ ഡിജിറ്റിൻ്റെ സമ്മ് 12 കിട്ടി. 12 എന്ന് പറയുന്നത് എന്താ? 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ ഡിജിറ്റിൻ്റെ സമ്മ് 3യുടെ മൾട്ടിപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ആ നമ്പർ കോമ്പോസിറ്റ് ആണ്. ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു? ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദെയർ ഹൂസ് ഡിജിറ്റ് സം ഓഫ് ഡിജിറ്റ് വിൽ ഗിവ് യു 12. എത്ര പ്രൈം നമ്പർ ഉണ്ട്? ഒരു പ്രൈം നമ്പറും എന്ത് ചെയ്യില്ല? ഡിജിറ്റിൻ്റെ സമ്മ് 12 തരത്തില്ല. കാരണം ഡിജിറ്റിൻ്റെ സമ്മ് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനർത്ഥം അത് എന്തല്ല? പ്രൈം അല്ല, അത് കോമ്പോസിറ്റ് ആയിരിക്കും. സോ ആൻസർ ഈസ് നൺ ഓഫ് ദീസ്. ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ്. 0 എന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 0 എന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നുള്ളത് നൺ ഓഫ് ദീസ് ആണ്, അത് നോക്കുക. ഓക്കെ, അല്ലാതെ 0 ഇല്ല അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നില്ല എന്നല്ല. 0 ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നൺ ഓഫ് ദീസ് കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പർ ഈസ് 1, 2, 9, 6. Neither of the 2 number has 6 as a factor. What is the sum of these 2 prime numbers? So എനിക്ക് എന്ത് ചെയ്താൽ മതി? 1, 2, 9, 6 എന്ന് പറയുന്ന നമ്പർ ഇതിനെ എനിക്ക് 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം, A into B. ഇത് പറയുന്നുണ്ട് 6 എന്തല്ല? 6 എയുടെയും ഫാക്ടർ അല്ല, 6 ബിയുടെയും ഫാക്ടർ അല്ല. 6 എയുടെയും ഫാക്ടർ അല്ല, 6 ബിയുടെയും ഫാക്ടർ അല്ല. അങ്ങനാണെങ്കിൽ A പ്ലസ് ബി എത്രയാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, സോ 1, 2, 9, 6നെ എനിക്ക് A ഇൻറ്റു ബി ആയിട്ട് എഴുതണം. കണ്ടീഷൻ എയും ബിക്കും 6 ഫാക്ടർ അല്ല. അടുത്തത് A പ്ലസ് ബി എത്ര കിട്ടും? അതാണ് ചോദ്യം. വാട്ട് ഈസ് A പ്ലസ് ബി? നമ്മൾ എന്ത് ചെയ്യുന്നു? 1, 2, 9, 6നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 1, 2, 9, 6 ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുക, അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 6, 4, 8 എന്ന് കിട്ടും. എനിക്ക് വീണ്ടും ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 324 എന്ന് കിട്ടി. വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 16, 2. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തു, എനിക്ക് 81 എന്ന് കിട്ടി അല്ലേ? ഇനി എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം? 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, 81ൽ തന്നെ നിർത്തുക. 81ൽ നിർത്തി. എനിക്കപ്പം ഈ 1, 2, 9, 6നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 81 എന്ന് എഴുതാം അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 81. നൗ എന്താണിത്? 16 ഇൻറ്റു 81 അല്ലേ? 16 ഇൻറ്റു 81. 1, 2, 9, 6നെ 16 ഇൻറ്റു 81 എന്ന് എഴുതി. ഇതിനകത്തിൽ എനിക്ക് എയും കിട്ടി, ഇവിടുന്ന് ബിയും കിട്ടി. കാരണം 16ൻ്റെ ഫാക്ടർ ആണോ? അല്ല. 81 ഓടാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് കിട്ടും എന്തല്ല? ഫാക്ടർ അല്ല എന്ന്. സോ എയും ബിയും കിട്ടി. വേർ എ ആൻഡ് ബി ആർ എന്താണ്? നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 6, അല്ലെങ്കിൽ 6 എന്തല്ല? എയുടെയും ബിയുടെയും ഫാക്ടർ അല്ല. സോ നമുക്ക് എയും ബിയും കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A പ്ലസ് ബി. A പ്ലസ് ബി വേണം. A പ്ലസ് ബി, A 16 plus B 81. Answer is 97. So answer is option B 97. So എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യനിൽ ഇതിനെ അങ്ങ് ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്തു ആദ്യം. ഓക്കെ, 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് 648 കിട്ടി. അതിനെ എനിക്ക് വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 324 കിട്ടി. വീണ്ടും 2 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തു, എനിക്ക് 162 കിട്ടി. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 81 കിട്ടി. ഇനി 2 വെച്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? 81 ഒരു ഓഡ് നമ്പറാണ്. സോ ഞാൻ എന്ത് ചെയ്തു? 1, 2, 9, 6നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 81, അല്ലെങ്കിൽ ഇതെന്താണ്? 16 അല്ലേ? 16 ഇൻറ്റു 81 എന്ന് എഴുതി. നൗ 16 ഇൻറ്റു 81 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ ആരെ എഴുതി? 1, 2, 9, 6നെ എഴുതി. ദാറ്റ് മീൻസ് 16 ഫാക്ടർ ആണോ 6? അല്ല. 81ൻ്റെ ഫാക്ടർ ആണോ 6? അല്ല. സോ ക്വസ്റ്റ്യനിലെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. നെയ്തർ ദ 2 നമ്പർ ഹാസ് 6 ആസ് എ ഫാക്ടർ. സോ വി ക്യാൻ ഗോ വിത്ത് A is 16 and B is 81. ഇനി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് A പ്ലസ് ബി? എന്ത് ചെയ്യുക? 16 പ്ലസ് 81. ആൻസർ ഈസ് 97. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോകാം. A, B and C are positive integers such that A is equal to B plus C. Okay. Also given that, yes, condition നോക്കാം. 3,
ബി 10. അതായത് ബി ഈസ് ഗ്രേറ്റർ ദാൻ 3 ആണ്, പക്ഷെ ലെസ് ദാൻ 10 ആണ്, അല്ലെ? ലെസ് ദാൻ 10 ആണ്. അതായത് മാക്സിമം വാല്യൂ ഓഫ് ബി എത്രയായിരിക്കും? മാക്സിമം വാല്യൂ ഓഫ് ബി എന്ന് പറയുന്നത് 10 എടുക്കാൻ പറ്റില്ല, 10-നേക്കാളും കുറവാണ്. ദാറ്റ് ഈസ് 9. ബിയുടെ മാക്സിമം വാല്യൂ 9 ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. രണ്ടാമത് സി തന്നിട്ടുണ്ട്. സിയുടെ കണ്ടീഷൻ തന്നേക്കുന്നത് സി ഈസ് ഗ്രേറ്റർ ദാൻ 13 ബട്ട് ലെസ് ദാൻ 23. സി എന്താണ്? ഗ്രേറ്റർ ദാൻ 13 ബട്ട് ലെസ് ദാൻ 23. സോ ലെറ്റ്സ് ഗോ ഫോർ മാക്സിമം വാല്യൂ ഓഫ് 23. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് സി നമുക്ക് 22 ആയിരിക്കും. Now how many distinct value of A are possible if A is greater than 26? Okay, so questionലേക്ക് പോകാൻ നമുക്ക് എക്ക് എത്ര വാല്യൂ പോസിബിൾ ആണ്? ഗിവൺ ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി, അതുപോലെ എ ഗ്രേറ്റർ ദാൻ 26 ആണെന്ന് പറയുന്നുണ്ട്. എ ഗ്രേറ്റർ ദാൻ 26, എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബിക്കും സിക്കും രണ്ട് കണ്ടീഷൻ, വേർ ബി ഈസ് ഗ്രേറ്റർ ദാൻ 3 ലെസ് ദാൻ 10. So maximum value of B 9 ആണ്. C is greater than 13 less than 23, maximum value of C 22 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ എയുടെ മാക്സിമം വാല്യൂ കണ്ടെത്തണം. എയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി എന്നാണ്. എയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ബിയുടെ മാക്സിമം വാല്യൂ പ്ലസ് സിയുടെ മാക്സിമം വാല്യൂ ആയിരിക്കും, അല്ലേ? സോ ബിയുടെ മാക്സിമം വാല്യൂ 9, ഇതിന്റെ 22. സോ എയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 31. ഇനിയും എയുടെ മിനിമം വാല്യൂ വേണം. എയുടെ മിനിമം വാല്യൂ ഇവിടെ എ ഗ്രേറ്റർ ദാൻ 26 എന്നാണ്. ദാറ്റ് മീൻസ് എയുടെ മിനിമം വാല്യൂ 27. സോ എക്ക് മിനിമം 27 എടുക്കാം, മാക്സിമം 31. സോ അപ്പോൾ എത്ര നമ്പർ ഉണ്ട്? എക്ക് 27 തൊട്ട് 31 വരെയുള്ള നമ്പേഴ്സ് എടുക്കാൻ പറ്റും. സോ മാക്സിമം 5 നമ്പേഴ്സ് എക്ക് പോസിബിൾ ആണ്. സോ ഓപ്ഷൻ എ. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണം? കണ്ടീഷൻസ് നോക്കുക. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി, എ ഈസ് ഗ്രേറ്റർ ദാൻ 26, രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ ബിയുടെ വാല്യൂ, ബിക്ക് വാല്യൂ എത്രയാണ്? ബി ഗ്രേറ്റർ ദാൻ 3 ലെസ് ദാൻ 10. അതായത് ബിക്ക് മാക്സിമം 9 വരെ എടുക്കാൻ പറ്റുള്ളൂ. 9 ബിയുടെ ഏറ്റവും മാക്സിമം വാല്യൂ. അതുപോലെ സിയുടെ മാക്സിമം വാല്യൂ, സി ലെസ് ദാൻ 23 ആണ്, സിയുടെ മാക്സിമം വാല്യൂ 22. ഓക്കെ, നൗ കണ്ടീഷൻ എന്തായിരുന്നു? എ ഗ്രേറ്റർ ദാൻ 26. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എയുടെ മിനിമം വാല്യൂ കിട്ടും 27 എന്ന്. എയുടെ മിനിമം വാല്യൂ 27. ഇനി എയുടെ മാക്സിമം വാല്യൂ കൂടെ കണ്ടെത്തണം. എയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ബിയുടെ മാക്സിമം വാല്യൂ പ്ലസ് സിയുടെ മാക്സിമം വാല്യൂ. ബിയുടെ മാക്സിമം വാല്യൂ നമുക്കറിയാം 9, സിയുടേത് 22. സോ 9 പ്ലസ് 22 31. എക്ക് മാക്സിമം എത്ര പറ്റുള്ളൂ? 31. സോ എക്ക് പറ്റുന്ന വാല്യൂ എവിടെ തൊട്ടാണ്? 27 തൊട്ട് 31 വരെയുള്ള എല്ലാ വാല്യൂസും എക്ക് എടുക്കാം. സോ ഏതൊക്കെയാണ്? 27, 28, 29, 30 ആൻഡ് 31. ടോട്ടൽ എത്ര വാല്യൂസ്? ടോട്ടൽ 5 values. So option A 5 is the answer. Okay, now moving ahead, question number 10. A 4-digit in the number 2024 are erased so that a 4-digit number remains. What is the difference between greatest possible and least possible 4-digit number? അതായത് ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 4 നമ്പർ തുടച്ചു കളഞ്ഞു, ഇറേസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു 4-digit നമ്പർ കിട്ടും. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്തു? എനിക്ക് ഇവിടെ കിട്ടിയത് 2024 ആയിരുന്നു. ഓക്കെ, സോ ഈ കോമ്പിനേഷനിൽ നിന്ന് 4 നമ്പർ എന്ത് ചെയ്യണം? ഇറേസ് ചെയ്ത് കളയണം. സച്ച് ദാറ്റ് യു വിൽ ഗെറ്റ് എ മാക്സിമം നമ്പർ ആൻഡ് യു വിൽ ഗെറ്റ് എ മിനിമം നമ്പർ, അല്ലേ? യു വിൽ ഗെറ്റ് എ മാക്സിമം നമ്പർ ആൻഡ് യു വിൽ ഗെറ്റ് എ മിനിമം നമ്പർ. ഓക്കെ, യെസ്, 2024 ഏതെങ്കിലും 2 നമ്പർ തുടച്ച് കളയുമ്പോൾ മാക്സിമൈസ് ചെയ്യുക, ഏതെങ്കിലും 4 നമ്പർ ഇറേസ് ചെയ്യുമ്പോൾ മാക്സിമൈസ് ചെയ്യുക, ഏതെങ്കിലും 4 നമ്പർ ഇറേസ് ചെയ്ത് അതിനെ മിനിമൈസ് ചെയ്യുക. സോ ഒരു മാക്സിമം വാല്യൂവും കിട്ടും, നമുക്കൊരു മിനിമം വാല്യൂവും കിട്ടും. ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. We will discuss the solution for this question in the next session. Thank you all.